ശുദ്ധമായ പാലിൽ നിന്നും നമ്മൾ നല്ല നെയ്യ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞുതരാം. ആദ്യം പാല് കാച്ചി തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിന് ഇതുപോലെ പാട വരും. ഈ പാട നമ്മളിങ്ങനെ എടുത്ത് ബൗളിലിട്ട് വെക്കുക. ഈ ബൗളിലെടുത്ത് വെച്ചിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് ഇത് കട്ടയായി ഒരു നല്ല ഐസായി കഴിയുമ്പോൾ പിറ്റേ ദിവസം അത് അടിച്ചെടുക്കണം. ഇത് നമ്മൾ മിക്സിയിലെടുത്ത് വെച്ച പാടയാണ്. ഈ പാട ഇങ്ങനെ എടുത്ത് നമ്മൾ മിക്സിക്കകത്തോട്ട് ഇടുക. 2 സ്പൂണ്, ഈ 2 വലിയ സ്പൂണ് 2 ഇട്ടിട്ട് കുറച്ച് എന്നിട്ട് ഐസ് വാട്ടർ വേണം ഒഴിക്കാൻ. ഐസ് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അടിക്കണം. മിക്സിയിലിങ്ങനെ തരി അടിച്ചുകൊണ്ടിരുന്നാൽ ഇത് ഹീറ്റാവും. കുറച്ച് അടിക്കാവുള്ളൂ. ഇത് കുറച്ചും കൂടെ ഐസ് വാട്ടർ ഒഴിക്കണം. ഇത് ഓൾറെഡി ഇപ്പോൾ വെണ്ണയായി ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ എടുക്കണം, വടിച്ച് തണുത്ത വെള്ളം എടുക്കണം. ഇതുണ്ടാവും ഇല്ലാതെ ചീനിച്ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ ഇടണം. ഇത് എണ്ണ കൊണ്ട് ഒത്തിരി ഉപകാരമുണ്ട്. കേക്ക് ഉണ്ടാക്കാം, പിള്ളേരെ തേച്ച് കുളിപ്പിക്കാം, നെയ്യുണ്ടാക്കാം. ഇപ്പം നമ്മൾ നെയ്ക്കായിട്ടാണ് ഈ വെണ്ണ എടുക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച വെണ്ണയാണ്. ഇങ്ങനെ വെച്ചിട്ട് ഒരു ഉരുളയായിട്ട് എടുക്കണം. വെള്ളം ഇല്ലാതെ എടുക്കണേ. ഉണ്ടാക്കിയെടുക്കുന്ന വെണ്ണയാണ് കേട്ടോ. പാട തന്നെ എടുത്ത് വെച്ച്, അല്ലാതെ തൈര് കലക്കി എടുക്കുന്നതല്ല. പാലിൻ്റെ പാട എടുത്ത് വെച്ച് ഒരു ബൗൾ നിറച്ചായി കഴിയുമ്പോൾ മിക്സിയിലടിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സിയിലടിച്ചിട്ട് ഇതുപോലെ അടിച്ച് വരുമ്പോൾ മേളി വരും. ആ മേളി വരുന്ന വെണ്ണ വടിച്ചെടുത്ത് ചീനിച്ചട്ടിക്കകത്തില്ല. എന്നിട്ട് അത് ഉരുക്കിയെടുക്കണം. അത് കാണിക്കാം. ഈ വെണ്ണ ചീനിച്ചട്ടിക്കകത്തിട്ട് കഴിഞ്ഞ് ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞ് ചെറുതീയിൽ ഇച്ചിരി ആദ്യമേ ഒരു ഹാഫിലിട്ടിട്ട് ഒന്ന് ചൂടായി ഇതെല്ലാം ഒന്ന് ഉരുകണം. ഉരുകി വരും അതിപ്പോൾ. ഉരുകി ഇപ്പോൾ വെണ്ണ ഉരുകിയിട്ട് അതിൻ്റെ കക്കൻ വരും. ആ കക്കൻ്റെ ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നമ്മളത് ഇളക്കി ആയി കഴിയുമ്പോൾ നെയ്യായി. ഇത് ഉരുകി വരുന്നതേ ഉള്ളൂ. നമ്മൾ തിരി കൂടി വരുമ്പോൾ ഇങ്ങനെ തിളച്ച് പൊങ്ങും. അത് കഴിഞ്ഞ് തിരി കുറച്ച് വെക്കണം. ഒത്തിരി സിമ്മാക്കില്ല, മീഡിയം ആക്കണം. മീഡിയമായി ഇത് തിളച്ച് പഴുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ ഇളക്കണമെന്നില്ല, ഇടയ്ക്ക് കൈ മാറ്റാം. തിളച്ച് വലിയ പത വന്നാൽ നിൽക്കും. എന്നിട്ട് അതിൻ്റെ കക്കനെല്ലാം ബ്രൗൺ കളറാവും. ഇപ്പോൾ ഇത് വൈറ്റായിട്ടല്ലേ ഇരിക്കുന്നത്, കണ്ട? ഇതെല്ലാവരും ബ്രൗൺ കളറാവും. അന്നേരമാണ് അതിൻ്റെ കണക്ക്. ഈ അരിപ്പയുടെ നല്ലപോലെ ആറിയതിന് ശേഷം ഉണങ്ങി ഒരു പാത്രം എടുത്ത് ഒരു തരി പോലും വെള്ളം കാണല്ലേ അതിൻ്റെ അകത്ത് തുടച്ചെടുത്തിട്ട് അരിപ്പയ്ക്കകത്തോട്ട് നമ്മളിത് അരിക്കണം. അരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കക്കൻ ഉണ്ട്. ആ കക്കൻ പോകാൻ വേണ്ടിയാണ്. അതാകുമ്പോൾ
നെയ്യ് ഓരോരു വാങ്ങും. നെയ്യ് ഇതാണ് ശുദ്ധമായ നെയ്യ്.